Hi all. So once again welcome back to my YouTube channel Ari Adventures. So ഇന്ന് ഞാൻ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് 2025 ആണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഞാനായിരിക്കും ദ ലാസ്റ്റ് പേഴ്സൺ ടു ഡു ദിസ് വീഡിയോ എന്ന് പറയാം. എൻ്റെ വിഷൻ ബോർഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഓർത്തു 2025 എങ്ങനെ പോയി എന്ന് ഉള്ളൊരു ചെറിയൊരു സമ്മറി നോക്കാമെന്ന്. സോ ഐ ഹാവ് റോട്ട് ഇറ്റ് ഡൗൺ. ഇൻ ജനുവരി I decided to post cooking daily vlogs on Instagram. So no matter what others think, ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തതായിരുന്നു. ആൻഡ് ഐ ഡിഡ് സ്റ്റാർട്ട് ഡൂയിങ് കുക്കിംഗ് വ്ളോഗ്സ് അറൗണ്ട് ഇൻ ജാൻ. സോ ഫെബ്രുവരിയിൽ ഐ ഡിഡ് ബ്രെയ്ഡ് മൈ ഹെയർ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. അതൊരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഒരുപാട് നാളായി. സോ ഐ ട്രൈഡ് കോൺട്രോസ്. എൻ്റെ ഒരു കൊളീഗാണ് എനിക്ക് ചെയ്തു തന്നെ. അറ്റ് ദ സെയിം ടൈം ഓൺ ഫെബ്രുവരി ഐ സ്റ്റാർട്ടഡ് ജേർണലിംഗ്. പിന്നെ മാർച്ചിൽ ഐ ആക്റ്റീവ്ലി സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് ഡാൻസ്. ഓൾസോ ഫോർ ദ ഫസ്റ്റ് ടൈം എവർ ഇൻ മൈ ലൈഫ് ഒരു പേജ് പോലും സ്കിപ്പ് ചെയ്യാതെ ഞാനൊരു ബുക്ക് വായിച്ചു തീർത്തു. പിന്നെ ഏപ്രിലിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദി ഇയർ. ഏപ്രിലിൽ എനിക്ക് ഫോർ ദ ഫസ്റ്റ് എവർ ടൈം പാനിക് അറ്റാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അറൗണ്ട് ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിലായിരുന്നു. ഞാനിങ്ങനെ വിൻ്ററൊക്കെ കഴിഞ്ഞ് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് സ്പ്രിങ് വരാനായിട്ട്. അപ്പോഴാണ് എൻ്റെ ഫുൾ സമ്മർ കൊളാക്കിയ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു അത്. മെയ്യിൽ ഐ വിസിറ്റഡ് ബാങ്ക്. ഞങ്ങൾ കാനഡയ്ക്ക് വന്നത് 2023 ഡിസംബറിലാണ്. ഇറ്റ് ടുക്ക് മീ അറൗണ്ട് 1 ഇയർ. ഒരു ഫ്രോസണിൽ നിന്ന് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പ്രിങ്, വിൻ്റർ ടു സ്പ്രിങ് ട്രാൻസിഷൻ്റെ ഇടയ്ക്കുള്ള ടൈമിൽ ഒരു മെയ് 13 ഞങ്ങൾ പോകുന്നത്. എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു. ഇങ്ങോട്ട് വരാൻ നേരം അപ്പൻ ആൽബർട്ട നോക്കാം എന്ന് പറയുമ്പോൾ ഞാൻ ആൽബർട്ട അടിച്ചു കൊടുത്തപ്പോൾ ഞാൻ ആ ഇമേജസ് എടുത്ത് നോക്കുമ്പോൾ കാണുന്ന ഇതാണ്. I was like, what? ജൂണിൽ I bought a cat. In the sense I got it from Kijiji for free. Actually it was suggested by my therapist. അപ്പോൾ I am more of a cat person. അപ്പോൾ എനിക്ക് പൂച്ച ഇഷ്ടമായതുകൊണ്ട് ഐ പ്രിഫേർഡ് പൂച്ച. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് റീൽസിൽ ഞാൻ ഈ ഓറഞ്ച് ക്യാറ്റ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രൂടെ ആക്റ്റീവ് ആയിരിക്കും. തൻ്റെ ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നൊരു ചേഞ്ച് ആവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഐ കുഡന്റ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ലൈക്ക് എൻ്റെ കാര്യങ്ങൾ തന്നെ മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് നടക്കുമായിരുന്നു. അപ്പോൾ അതിനും കൂടെ ഒന്ന് നടക്കുമെന്ന് കഷ്ടപ്പെടുത്തേണ്ടത്. ജൂലൈയിൽ ആഫ്റ്റർ കോൺസ്റ്റന്റ് പോസ്റ്റിംഗ് ഐ ഹിറ്റ് മൈ ഫസ്റ്റ് എബവ് 100K ഇൻസൈറ്റ്. പിന്നെ ഒരു 200K വ്യൂസ് ഓൺ എ റീൽ. പിന്നെ ഒരു 50K വ്യൂസ് ഇൻ 24 hours. പിന്നെ ആ മാസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ബർത്ത്ഡേക്ക് എനിക്കൊരു ബ്യൂട്ടിഫുൾ സർപ്രൈസ് ഒക്കെ കിട്ടിയിട്ട് ഞങ്ങൾ വളരെ അടിപൊളിയായിട്ട് ആ മാസം അവസാനിപ്പിച്ചു. പിന്നെ ഓഗസ്റ്റിൽ നേരെ വരുന്ന അനൂപിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതും നമ്മൾ നല്ല അടിപൊളിയായിട്ടൊക്കെ ആഘോഷിച്ചു. പിന്നെയാണ് എൻ്റെ ലൈഫിൽ ഒരു പുതിയ ആൾ വരുന്നത്. അപ്പോൾ എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടുന്നത് ഓഗസ്റ്റിൽ, ജമി. ഞാൻ അപ്പാർട്ട്മെൻറ്റ് റെഡിയാക്കി കൊടുത്തു. അങ്ങനെയാണ് അവൾ ഇവിടെ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സംസാരിച്ച് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം പ്രോബ്ലംസ് ഉണ്ട്. വൺ ഓർ ഇൻ അനദർ വേ ഏകദേശം രണ്ടും ഒരുപോലെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ADHDയുടെ കാര്യങ്ങൾ ഒരുപോലെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സിമിലാരിറ്റീസ് ആയിട്ട് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. അറ്റ് ദി സെയിം മന്ത് എനിക്കൊരു ബാർട്ടർ കൊളാബ് കിട്ടി, ഒരു ഷൂട്ടിൻ്റെത്. അപ്പോൾ ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മെമ്മറി ഓഫ് ഓഗസ്റ്റ്. അപ്പോൾ സെപ്റ്റംബറിലാണ് ആക്ച്വലി ദ ട്വിസ്റ്റ് ഹാപ്പൻസ്. സെപ്റ്റംബറിൽ ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് സ്പീക്കിംഗ് മോർ അബൌട്ട് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഓൾ. അതുപോലെ ജമിയുടെ ഹെൽപ്പിൽ ഐ ഗോട്ട് ടു വർക്ക് വിത്ത് നാഷണൽ ബാങ്ക്സ് ആസ് എ ബ്രാൻഡ് അംബാസിഡർ. ഒക്ടോബറിൽ ഐ ബ്രെയ്ഡഡ് മൈ ഹെയർ അഗെയിൻ. പക്ഷേ ഇത്തവണ കോൺട്രോസിന് പകരം ഞാൻ എക്സ്റ്റൻഷൻ കൂടെ യൂസ് ചെയ്തു. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ബ്ലൂ ആൻഡ് എവ്രിവെയർ യു ലുക്ക് ദർ വിൽ ബി സംതിങ് that's extra blue. എക്സ്റ്റൻഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ഒക്ടോബറിൻ്റെ ലാസ്റ്റ് വീക്കിൽ, ഒക്ടോബർ സെക്കൻഡ് വീക്ക് ആയിരുന്നു, ഐ ഹിറ്റ് മൈ ഹാർഡ് റോക്ക് ബോട്ടം. എൻ്റെ അമ്മ, ഒക്ടോബർ പോലെ ഇത്രയും മോശം മാസം എനിക്കില്ലായിരുന്നു. എനിക്ക് സിവിയർ പാനിക് അറ്റാക്ക് ഉണ്ടായി. എനിക്കൊരു പുതിയ ജോലി കിട്ടിയായിരുന്നു സെപ്റ്റംബറിൽ. പക്ഷേ ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ്. ഒക്ടോബർ എനിക്ക് പേടിയായിരുന്നു. പിന്നെ നവംബറിൽ ഞാൻ പതുക്കെ വീഡിയോ ഒക്കെ നിർത്തി. അതുവരെ ഞാൻ നന്നായിട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ ഒരു 10K മേളിൽ വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നവംബറൊക്കെ എത്തിയപ്പോൾ ഞാൻ നിർത്തി. എന്നെക്കൊണ്ട് പറ്റതയായി. ഐ വാസ് ട്രെയിൻ. നവംബറിൽ ഐ ഗോട്ട് മോർ കോൺഫിഡൻറ്റ്. പിന്നെ ഇതിലൂടെ കംഫർട്ടബിൾ ആയിട്ടൊരു സിറ്റുവേഷൻ ഞങ്ങൾ ഇരുന്നപ്പോൾ പീസ്ഫുൾ ആൻഡ് കാം ആയ ഒരു സിറ്റുവേഷൻ കിട്ടിയപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ നല്ലൊരു ലൈഫ് കിട്ടില്ല. പിന്നെ ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ്. അവസാനം സിനിമയിലൊക്കെ കാണുന്ന മൂക്കൊക്കെ ഒരുമിച്ച് കാര്യങ്ങൾ വെച്ചാണ്. സ്റ്റിൽ ദ ബെസ്റ്റ്
പാർട്ട് വാസ് ഞാൻ പറഞ്ഞത് പുള്ളിക്ക് കാര്യമായിട്ടൊന്നും അപ്പോൾ ക്ലിക്കായില്ലെങ്കിലും ഇവഞ്ച്വലി ഹി സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഐ എം ഗോയിങ് ത്രൂ. അത് കഴിഞ്ഞ് ആൾ തന്നെ ചാറ്റ് ജിപിടിയിലും യൂട്യൂബിലും മറ്റും ഇതൊക്കെ നോക്കി പുള്ളി ഹി സ്റ്റാർട്ടഡ് ഹെൽപ്പിംഗ് മീ ഔട്ട്. ഒരാൾ കൂടുന്നത് ഈ പാനിക് അറ്റാക്ക് വരുമ്പോൾ എന്ത് പറ്റി വെള്ളം കുടിക്കും, എഴുന്നേറ്റ് പോ, അങ്ങോട്ട് പോകുന്നു പറയുന്നതിന് പകരം ഓക്കെ യു ആർ ഓക്കെ, യു ആർ ഇൻ എ സേഫ് സ്പേസ് എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ കിട്ടുന്നതന്നെ ഇസ് ദ ബെസ്റ്റ് പാർട്ട്. പിന്നെ അപ്പോൾ ഡിസംബറിൽ ഞാൻ എൻ്റെ എല്ലാ ഓവർ പ്രോജക്ട്സ് അസൈൻമെൻറ്റ്സ് ഞാൻ കിടന്ന് ഷൈന വരച്ചിട്ടിരുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഫാർമക്കോളജി, അത് എങ്ങനെയൊക്കെയോ റിൻസ് ഓഫ് ചെയ്തു. അങ്ങനെ കുറച്ച് പീസ്ഫുള്ളായി. വീട്ടിൽ അപ്പനോടും അമ്മയോടും ഓപ്പണപ്പായി എൻ്റെ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ്, ഇവിടുത്തെ സ്ട്രഗിൾസ് ആണോ ഞാൻ വീട്ടിൽ പറയത്തില്ലായിരുന്നു. പിന്നെ കാര്യമായിട്ട് ഓണൊന്നും ചെയ്യാഞ്ഞതിൻ്റെ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അകപ്പെടെ കുറവായി നിൽക്കുന്നതാണ്. ഐ ഓപ്പൺ അപ്പ് ടു മൈ പാരൻറ്റ്സ് അബൌട്ട് വാട്ട് ഐ എം ഗോയിങ് ത്രൂ ആണ്. പക്ഷേ സംഭവം അമ്മയ്ക്ക് ഞാൻ പറഞ്ഞതെന്താണെന്ന് മനസ്സിലായി. ബിക്കോസ് മേ ബി ഷീ ഈസ് ഓൾസോ വർക്കിംഗ് ഇൻ എ ലൈക്ക് ഹെൽത്ത് കെയർ ഫീൽഡ് ആയതുകൊണ്ടായിരിക്കാം. സോ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഷീ ടോൾഡ് മീ ദാറ്റ് യു ക്യാൻ ടേക്ക് ഇനഫ് ടൈം ആസ് യു വാണ്ട്. എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഷീ ഈസ് വൺ ഓഫ് ദ എന്ന് പറയുന്നത് നോട്ട് ദ സ്ട്രോങ്ങസ്റ്റ് ബട്ട് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് വുമൺ ഐ ഹാവ് സീൻ. കാരണം അമ്മയുടെ 26 വയസ്സിലാണ് അമ്മയ്ക്ക് അമ്മയുടെ അനിയൻ മരിക്കുന്നത്. അപ്പം എനിക്ക് 2 വയസ്സ് എന്തോ ഉള്ളൂ. എൻ്റെ അമ്മാവൻ ആക്സിഡൻ്റ് ആയിരുന്നു, ബൈക്ക് ആക്സിഡൻറ്റ്. അപ്പം അമ്മ ആ ടൈമിലൊക്കെ നല്ല ഡിപ്രസ്ഡ് ആയിരുന്നു. പക്ഷെ ആ ടൈമിൽ അത് ഡിപ്രഷനാണ് മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. അപ്പം പുള്ളിക്കാരി ആ ഒരു ഫുൾ ഡിപ്രഷനും അഫ്കോഴ്സ് ഡിപ്രസ്ഡ് ആയിരിക്കും. ഇമാജിൻ ഹാവിങ് ഓൺലി ബ്രദർ ആൻഡ് ഹിം പാസിങ് അവേ ഇൻ ഹിസ് പ്രൈം ഏജ്. അതൊരു വല്ലാത്ത സിറ്റുവേഷനാണ്. അപ്പം ആ ടൈമിൽ അപ്പനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിട്ടുണ്ടാകത്തില്ല. So which means that she literally fought that whole depression situation alone by herself. I imagine myself in people's place. ഒരാൾ എന്നോടൊരു സിറ്റുവേഷൻ പറയുമ്പോൾ ഇമാജിൻ മൈസെൽഫ് ഇൻ ഹെർ പ്ലേസ്. എന്ത് സിറ്റുവേഷനിലൂടെ എനിക്ക് അയാൾ പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഐ ഫീൽ വെരി ബാഡ് ദാറ്റ് ഷീ ഈസ് സ്റ്റിൽ നോട്ട് ഗെറ്റിംഗ് വാട്ട് ഷീ ഡിസേർവ്സ്. എൻ്റെ ലൈഫിലുള്ള പെണ്ണുങ്ങൾ, എൻ്റെ ലൈഫിൽ എൻ്റെ ചുറ്റുമുള്ള പെണ്ണുങ്ങളൊക്കെ ഒരുപാട് ഹാർഡ്ഷിപ്പിലൂടെ പോയിട്ടുള്ളവരാണ്. അപ്പോൾ ലൈക്ക് ഇപ്പോൾ അച്ഛമ്മയാണെങ്കിൽ അച്ഛമ്മ 10-35 വയസ്സ് വരെ കല്യാണം കഴിക്കാൻ നിന്ന്. ദെൻ ഷീ ഗോട്ട് മാരീഡ് ആൻഡ് ഇൻ 5 years ഷീ ബിക്കം എ വിഡോ. 2 ആൺമക്കളുമായിട്ട് ഐ ഡോണ്ട് നോ ഹൗ ഷീ ഹാഡ് ഹെർ brothers and all. She had a lot of big family. So അപ്പോൾ I don't know how these 3 women around me, how they fought their depression and their situations all along. കാരണം നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ pretty sure. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ they fought it. അപ്പോൾ എൻ്റെ ഡിസംബർ ഞാൻ അവരെ കുറിച്ച് ചിന്തിച്ച് അവരിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ നിർത്തിയത്. ദാറ്റ്സ് ഹൗ ഐ സ്റ്റാർട്ടഡ് മൈ 2026. ആൻഡ് 2026 ജാനുവരിൻ്റെ ഫസ്റ്റ് വീക്ക് ഇത്തിരി ട്രാഷ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ജാൻ എൻ്റെ വരെ വാസ് ദി ബെസ്റ്റ്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ വിഷൻ ബോർഡിലൊക്കെ വെച്ചാൽ ഓവറായി പോകുന്നതെന്ന് ചിന്തിച്ചു പോയ കാര്യങ്ങളൊക്കെ എൻ്റെ ജാനിൽ നടന്നു. all with help of my friend and my husband and my family of course. പക്ഷേ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളാണ് എൻ്റെ ജാനിൽ നടന്നത്. സോ ഹോപ്പ്ഫുള്ളി എൻ്റെ ഹോൾ ഇയർ അങ്ങനെയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. മൈ 2025 വാസ് ഒരു മിക്സ് ആയിരുന്നു. എനിക്കൊന്ന് പ്രിയദർശൻ മൂവി എന്ന് പറയുന്നത് എല്ലാ ഫാക്ടേഴ്സും ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഹാപ്പി സിറ്റുവേഷൻസ്, അച്ചീവ്മെൻറ്റ്സ്, സാഡ് സിറ്റുവേഷൻസ്, ഹൊറിഫിക് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഐ ഗോട്ട് ഓൾ ദീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് lot of beautiful people around me. അങ്ങനെ 2025 എനിക്ക് തന്ന bitter truth momentsന്റെ എൻഡിലാണ് I started doing this YouTube and also I'm pretty so happy and hopefully I'll be doing a way better 2026 wrap up in a year. So I'll be coming back with new videos. അപ്പോൾ പുതിയ ഒരുപാട് വീഡിയോസുമായി വീണ്ടും കാണാം. എൻ്റെ പൊന്നു മക്കളെ, തിരിച്ചു പോകുന്ന വഴിക്ക് ലൈക്ക് ബട്ടണിലൊന്ന് നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ബട്ടണിൽ നെക്കിയിട്ടില്ലെങ്കിൽ അതിലൊന്ന് നെക്കിയിട്ട് പോകണേ. വെറുതെ എനിക്കൊരു മോട്ടിവേഷൻ, ഒരു കോൺഫിഡൻസ് ഒക്കെ ആകുമല്ലോ. അപ്പോൾ until then, bye from Alice.